അടുത്ത ക്വസ്റ്റ്യൻ 21. A person has to cover a distance of 6 km in 45 minutes. He covered half of the distance in 2/3 of the total time. To cover the remaining distance in the remaining time, his speed must be A 6 km per hour, B 8 km per hour, C 10 km per hour, and D 12 km per hour. അപ്പോൾ എ പേഴ്സൺ ഹാസ് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 6 km ഇൻ 45 മിനിറ്റ്സ്. അപ്പോൾ ഇത് ടോട്ടൽ 6 കിലോമീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇത് എത്രയാണ്? ഇൻ 45 മിനിറ്റ്സിലാണ് ഇത് കവർ ചെയ്യുന്നത്. ഇത് ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ ഹാഫ് വേ കവർ ചെയ്തു. ഇതാണ് ഹാഫ് വേ. ആ ഹാഫ് വേ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ കവർ ചെയ്യാനെടുത്ത സമയം അത് ഇൻ 2/3 ഓഫ് ദ ടോട്ടൽ ടൈം. 2/3 ഓഫ് ദ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സിൻ്റെ 2/3, ദാറ്റ് ഈസ് 30 മിനിറ്റ്സ്. 30 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ 3 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ ചോദ്യം ഇതാണ്, അടുത്ത 3 കിലോമീറ്റർ റിമൈനിങ് ഡിസ്റ്റൻസ് എത്ര സ്പീഡിൽ കവർ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ടോട്ടൽ 45 മിനിറ്റിനുള്ളിൽ, ബാക്കി ടോട്ടൽ 45 മിനിറ്റിനുള്ളിൽ ഡെസ്റ്റിനേഷനിൽ എത്തുക. അപ്പോൾ ഇപ്പോൾ 30 മിനിറ്റ്സ് ഓൾറെഡി കവർ ചെയ്തു. ഇനി റിമൈനിങ് ടൈം ഇസ് 15 minutes. That is 3 kilometer. So, അപ്പോൾ ഇനി എത്ര സ്പീഡിൽ പോകണം? അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. Distance by time. That is equal to 3 kilometer and 15 minutes എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കിലോമീറ്റർ പെർ അവറിലാണ് ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 15/60 അവർ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 15 into 4 is 60. So 3 into 4 equal to 12 kilometer per hour. So answer is D. Okay. Question number 22. How many numbers are there between 100 and 300 which either begin with or end with 2? Option A 110, option B 111, option C 112, D none of these. അത് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മെത്തഡോളജി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഒരു തവണ ഒന്ന് പഠിച്ചാൽ മതി, ഒരു തവണ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഐദർ ബിഗിൻ വിത്ത് ഓർ എൻഡ് വിത്ത് 2. അപ്പോൾ ഐദർ ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മുതലുള്ള 200 to 299 വരെയുള്ള നമ്പേഴ്സ്, ഇത് ബിഗിൻ ചെയ്യുന്ന നമ്പേഴ്സാണ്. ബിഗിൻ വിത്ത് 2 എന്നുള്ളതാണ് 200 to 299. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ? ഓർ എൻഡ് വിത്ത് 2. എൻഡ് വിത്ത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 100 to 300 അല്ലേ? അപ്പോൾ 102 വരും അല്ലേ? ഇവിടെ ഇത് ഒരു ജനറൽ ഫോർമുല കണക്ക് എഴുതുകയാണെങ്കിൽ 1x2 എന്നുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് ഒരു വേരിയബിളാണ്. ഏത് നമ്പർ വേണമെങ്കിൽ കിട്ടാം.
അപ്പോൾ 102 112 122 123 സോറി 132 142 അങ്ങനെ 192 വരെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് എത്ര എണ്ണം ഉണ്ടാവും? ഇത് 10 എണ്ണം ഉണ്ടാവും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഒരു തവണ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 100 തുടങ്ങി 200-നിടയിൽ യൂണിറ്റ് ഡിജിറ്റിൽ അല്ലെങ്കിൽ 2-ൽ അവസാനിക്കുന്ന 10 നമ്പേഴ്സാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് നമ്മളൊന്ന് നോക്കണം. ഒന്ന് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 299-ൽ അവസാനിക്കുന്നത്. അതിപ്പോൾ ഇതിനകത്ത് ചില നമ്പേഴ്സ് ഉണ്ട്. 202 212 212 222 232 ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഈ ബിഗിനിങ് വിത്ത് 2 എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് അത് വീണ്ടും കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 200 to 299 കൗണ്ട് ചെയ്താൽ മതി. എത്ര എണ്ണം ഉണ്ടാവും? സിമ്പിൾ, 100 എണ്ണം 100 നമ്പേഴ്സ് ഉണ്ടാവും. ഇത് 10 നമ്പേഴ്സ്. സോ ആൻസർ ഇസ് 100 plus 10 110 110 numbers. So answer is option A. Okay, next question. (23) A person is standing on the first step from the bottom of a ladder. If he has to climb 4 more steps to reach exactly the middle step, how many steps does the ladder have? അപ്പോൾ ഒരാളൊരു കോണിപ്പടി അല്ലെങ്കിൽ ഏണിപ്പടിയിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആൾ കയറി നിൽക്കുകയാണ്. അപ്പോൾ 4 സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതിൻ്റെ മിഡിൽ ഭാഗത്തെത്തും. അപ്പോൾ ഇതാണ് മിഡിൽ സ്റ്റെപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ 4 സ്റ്റെപ്പും കൂടി കയറിയാൽ, അപ്പോൾ 1 2 3 ഇത് 4, അപ്പോൾ ടോട്ടലി 5. അപ്പോൾ ഇത് 5ാമത്തെ സ്റ്റെപ്പാണ്, 5th സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് കറക്റ്റ് നടുക്ക് വരണമെങ്കിൽ മുകളിലേക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടാവണം? 4 എണ്ണം. ഓക്കെ, അപ്പോൾ ടോട്ടലി 1 2 3 4 5 6 7 8 9 സ്റ്റെപ്സ് ഉണ്ടാവണം. സോ ആൻസർ ഇസ് ബി 9. 24th ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ 25 ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് 24ലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ 25. If the day before yesterday was Thursday, when will Sunday be? Day before yesterday Thursday ആണെങ്കിൽ ഇപ്പോൾ യെസ്റ്റർഡേ എന്തായിരിക്കും? ഫ്രൈഡേ. ഇപ്പോൾ ടുഡേ എന്താണ്? സാറ്റർഡേ. അപ്പോൾ സൺഡേ എന്തായിരിക്കും? ഇതാണ് ചോദ്യം. സൺഡേ ടുമോറോ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24. The day corresponding to the date 25/12/2020 is option A Friday, option B Tuesday, option C Saturday, option D Sunday. ഇത് അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മെൻ്റൽ എബിലിറ്റി ശരിക്കും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഈ കാലണ്ടർ സംബന്ധമായിട്ടുള്ള ഡേറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കേരള ലോ എൻട്രൻസിൽ സാധാരണ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അതുകൂടാതെ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ
ആ ഡിറ്റർമിൻ ചെയ്യേണ്ട ഡേറ്റ് നോക്കൂ, 25/12/2020. ഇത് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എപ്പോഴും ഒരു 2-3 വർഷം അഹെഡോ അല്ലെങ്കിൽ ബിഹൈൻഡോ ആ രീതിയിലുള്ള ഒരു ഇയർ ആയിരിക്കും അല്ലെങ്കിൽ ഡേറ്റ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അല്ലാതെ വളരെ പഴക്കമുള്ള, വളരെ റാൻഡംലി, വളരെ ഒരു 1000 അല്ലെങ്കിൽ 1500 വർഷം മുമ്പുള്ള ഒരു ഇയറോ അങ്ങനെയൊന്നും തരാറില്ല. അതൊക്കെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് താനും. അപ്പോൾ അതിൻ്റെ അൽഗോരിതവും ഒക്കെ ഇത്തിരി കുറേ കൂടി പാരാമീറ്റേഴ്സ് വരുന്നത് കാരണം, പല സെഞ്ചുറീസ് വ്യത്യാസമുള്ളതുകൊണ്ട് പാരാമീറ്റേഴ്സ് വ്യത്യാസം വരും. അത് കാരണം അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ ഈ എക്സാമിൻ്റെ ദിവസം ആ കറണ്ട് ഡേ ഏതാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട്, എക്സാം എഴുതുന്ന വിദ്യാർത്ഥിക്ക് അറിയാവുന്നതുകൊണ്ട് അത് റെഫറൻസ് ആക്കി വെച്ചിട്ട് ഇത്തരത്തിലൊരു ഡേറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ എനിക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ നമ്മൾ കലണ്ടർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സാമാന്യ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇല്ലാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ June 1 മൺഡേ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം June 1 എന്നുള്ള തീയതിക്ക് 7 ദിവസം അപ്പുറം June 8 അതും മൺഡേ തന്നെ ആയിരിക്കും. വീണ്ടും 7 ദിവസം നോക്കുകയാണെങ്കിൽ June 15 തീയതി അതും മൺഡേ ആയിരിക്കും. അപ്പോൾ June 1 കഴിഞ്ഞ് 7-ാം ദിവസം കഴിഞ്ഞാലും 14 ദിവസം കഴിഞ്ഞാലും 21-ാം ദിവസം കഴിഞ്ഞാലും, അതായത് 22-ാം തീയതി അഥവാ 28-ാം ദിവസം കഴിഞ്ഞാലും, അതായത് 29-ാം തീയതി, ഇതെല്ലാം മൺഡേ ആണ്. അപ്പോൾ 7ന്റെ മൾട്ടിപ്പിൾസിൽ വരുന്ന ഡേറ്റ്, ഒരു ഡേറ്റിൻ്റെ 7ന്റെ മൾട്ടിപ്പിൾസിൽ വരുന്ന ആഡഡ് ഡേറ്റ്സ് എല്ലാം അതേ വീക്ക് ഡേ തന്നെയായിരിക്കും. ഓക്കെ, അത് കോമൺ നോളജാണ്. ഇനി ഒരു കാര്യം, ഈ നമ്മൾ ബേസിക്കലി ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ബേസിക് അടിസ്ഥാനപരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഡേറ്റുകൾ തമ്മിലുള്ള ഡേയ്സിൻ്റെ ഡിഫറൻസ്, ഈ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 28 ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 28 എല്ലാ മാസങ്ങളും 30ഓളം ദിവസത്തിനടുത്താണുള്ളത്. അപ്പോൾ 28 എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിളാണ്. അത് കാരണം നമ്മൾ ഈ 28 ദിവസം എന്ന് പറയുന്നത് ഒരു ഫിഗറായിട്ട് നമ്മൾ ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യും. ഞാനത് കാണിച്ചു തരാം. എന്നാലും ഞാൻ ആദ്യമേ പറയുകയാണ് എന്തുകൊണ്ട് 28 വന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. 7ന്റെ മൾട്ടിപ്പിളാണ്. 30 എന്ന് പറയുന്ന മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫിഗർ ആയതുകൊണ്ട് നമ്മളത് എടുക്കുന്നു. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അത് 7ന്റെ ഏത് മൾട്ടിപ്പിൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ കാൽക്കുലേഷൻ എളുപ്പം ഈ 2 ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുന്നത് കാരണം നമ്മൾ 28 എടുക്കുന്നു. ഇതുപോലെ 365 ഡേയ്സ് ഇൻ എ ഇയർ ആണ് നമുക്കറിയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അടുത്ത വർഷം ഇതേ ഡേറ്റിൽ ഇപ്പോൾ 365 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആ തീയതിയിൽ എന്നാണ്, ഏത് വീക്ക് ഡേയിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ഫിഗർ മനസ്സിലാക്കിയ 364 ഡിവൈഡ് ബൈ 7 ഈസ് 52. ഇതിൽ ഈ കോഷ്യന് വലിയ പ്രാധാന്യമില്ല, ഒരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ. 52 വീക്സ് എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അത് വേറൊരു കാര്യം, ഇതായിട്ട് റിലേറ്റഡ് അല്ല. അടുത്തത് ഈ 52 വരുമ്പോൾ നമ്മളതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, ഈ റിമൈൻഡർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അഡീഷണൽ ദിവസങ്ങളൊന്നും ഇല്ല പിന്നെ. അപ്പോൾ കറക്റ്റ് എല്ലാ ഈ 364 ദിവസങ്ങളും 7 ദിവസങ്ങളായി ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഈക്വൽ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു 365 എടുക്കുമ്പോൾ പക്ഷേ അതിൽ റിമൈൻഡർ 1 വരും. ആ റിമൈൻഡർ 1 നെക്സ്റ്റ് ഡേ ആയിരിക്കും വരിക. അപ്പോൾ ഇന്ന് മൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ ട്യൂസ്ഡേ ആയിരിക്കും. ഇനി ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലേക്ക് വരാം. ഓക്കെ, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരു വീക്ക് ഡേ കോഡാണ്.
ഈ കോഡ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്, എളുപ്പമാണ്. സൺഡേ 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, മൺഡേ 1, ട്യൂസ്ഡേ 2, വെനസ്ഡേ 3, തേഴ്സ്ഡേ 4, ഫ്രൈഡേ 5, സാറ്റർഡേ 6. ഓക്കെ, ഇനി 2 തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ഉള്ളത്. ഈ മെത്തേഡ്സ് നിങ്ങൾക്ക് എളുപ്പത്തിന്, ഇത് ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും വളരെ റിലേറ്റഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു. ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായ എളുപ്പത്തിൽ സെക്കൻഡ് മെത്തേഡും മനസ്സിലാവും. സെക്കൻഡ് മെത്തേഡാണ് കുറച്ചും കൂടി ഫാസ്റ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ എക്സാം എഴുതുന്ന ഡേറ്റ്, ഇപ്പോൾ കൺസിഡർ കറണ്ട് ഡേറ്റ് ആസ് say June 1st. For 1st June 2020 and today is Monday. Okay, and here I'll do the method 1 and here method 2. Okay, അപ്പോൾ ആദ്യം മെത്തേഡ് 1 ചെയ്തതിന് ശേഷം മെത്തേഡ് 2ലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ ഡേറ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഡേറ്റ് എന്ന് ഞാനിവിടെ വിളിക്കുന്നത് നമുക്ക് ഏത് ദിവസമാണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഡേറ്റ്, അതിനെയാണ് ഞാൻ ഡെസ്റ്റിനേഷൻ ഡേറ്റ് എന്ന് വിളിക്കുന്നത്. 25/12/2020. ഓക്കെ, ആ ഡേറ്റിലെ കറസ്പോണ്ടിങ് ഡേ, വീക്ക് ഡേ കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിന് DD അഥവാ ഇതിനൊരു ചെറിയ ഫോർമുലയുണ്ട്. ഫോർമുല ഇങ്ങനെയാണ്: വീക്ക് ഡേ ഓഫ് DD. ഓക്കെ, ഇതിലെ ഫോർമുല ഇതാണ്: വീക്ക് ഡേ ഓഫ് ഡെസ്റ്റിനേഷൻ ഡേറ്റ്, നമുക്ക് കണ്ടുപിടിക്കുന്ന ഡേറ്റിൻ്റെ വീക്ക് ഡേ ഇസ് ഈക്വൽ ടു വീക്ക് ഓഡ് ഓഫ് കറണ്ട് ഡേ പ്ലസ് റിമൈൻഡർ ഓഫ് ഡിഫറൻസ് ഓഫ് ഡേയ്സ് പ്ലസ് 1 ഇഫ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ ആണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണം. ഈ ഡിഫറൻസ് ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് കറണ്ട് ഡേറ്റും ഡെസ്റ്റിനേഷൻ ഡേറ്റും തമ്മിലുള്ള ദിവസങ്ങളുടെ ഡിഫറൻസ്, അത്രയേ ഉള്ളൂ. റിമൈൻഡർ ഓഫ് ഇത് എന്ന് പറയുന്ന ഈ സംഖ്യ, ഈ ഡിഫറൻസ് ഓഫ് ഡേയ്സ് ലീപ്പ് ഇയർ ആണെങ്കിൽ ഒന്നും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് ഡിവൈഡഡ് ബൈ 7. ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ, ആ റിമൈൻഡർ വീക്ക് ഡേ കോഡ്, ഈ കറണ്ട് ഡേയുടെ വീക്ക് ഡേ കോഡായിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ ഈ വീക്ക് ഡേ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീക്ക് ഡേ കിട്ടും. ഓക്കെ, അപ്പം നമുക്കിത് നോക്കാം. ഇത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം, എന്നാലേ ഇത് കറക്റ്റ്ലി മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കറണ്ട് ഡേറ്റ് June 1st ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ജൂൺ ഫസ്റ്റ്. അപ്പോൾ ജൂണിൽ ഇനി ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 30 - 1, അപ്പോൾ 29 ഡേയ്സ്. ജൂലൈയിൽ 31 ദിവസമുണ്ട്, ഓഗസ്റ്റിൽ 31 ദിവസമുണ്ട്, സെപ്റ്റംബറിൽ, ഒക്ടോബർ 31 ദിവസം, നവംബർ 30 ഡേയ്സ് ആൻഡ് ഡിസംബർ 25 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒന്നുകിൽ ഇതിൽ തന്നെ രണ്ട് ഇതായിട്ട്, അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 207 കൺവെൻഷനലി ആഡ് ചെയ്യുന്നവർക്ക് ഇത് 207 ആയിട്ട് എങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഇത് 30 × 7 210. അത് കഴിഞ്ഞ് ഇതിൽ ഈ -1 1 1 1 0 -5 ഈ 30 ബേസ് ആയിട്ട് എടുത്തിട്ടുള്ള കറസ്പോണ്ടിങ് വാല്യൂ. ഇപ്പോൾ 30 - 29 -30 എടുക്കുമ്പോൾ -1, 31 - 30 1, 31, അങ്ങനെ ആ 30 ബേസ് ആയിട്ട് എടുത്തിട്ടുള്ള വാല്യൂ വെച്ചിട്ട് ആഡ് ചെയ്താലും മതി. അതെങ്ങനെ നിങ്ങളുടെ എളുപ്പം പോലെ.
അപ്പോൾ അങ്ങനെ എടുത്ത് -3 കിട്ടും, 207 രണ്ടെടുത്ത് കഴിഞ്ഞാലും സെയിം വാല്യൂ തന്നെ കിട്ടും. എനിവേ ഈ 207 ഡിവൈഡഡ് ബൈ 7 തീർന്നു. 2, 14, 6, 7, 7 9s are 63, 4 ആണ് റിമൈൻഡർ. ഓക്കെ, ഇത് 2020 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. പക്ഷെ നമ്മൾ ഫെബ്രുവരി മാസം നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് കാരണം നമ്മൾ ഈ 1 ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ജൂൺ മുതൽ ഡിസംബർ വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഫെബ്രുവരിയിലാണ് കൂടുന്നത് ലീപ്പ് ഇയർ ആകുമ്പോൾ അല്ലേ. അപ്പോൾ ആ ഡേ കൂട്ടുന്നില്ല. അത് കാരണം നമ്മൾ ആ 1 ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വീക്ക് ഡേ കോഡ് ഓഫ് കറണ്ട് ഡേ, വീക്ക് ഡേ കോഡ് ഓഫ് കറണ്ട് ഡേ എന്താ? മൺഡേ ആണ് കറണ്ട് ഡേ. അപ്പോൾ വീക്ക് ഡേ കോഡ് 1 പ്ലസ് ഡിഫറൻസ് ഓഫ് ഡേയ്സ് 207 പ്ലസ് 1 ചെയ്യേണ്ട, 207/7 ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ അതാണ് 4. അപ്പോൾ ഇസിക്കൽ ടു 5. അപ്പോൾ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീക്ക് ഡേ കോഡ് ഫ്രൈഡേ. അങ്ങനെയാണ് ഫ്രൈഡേ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. അത് കുറച്ചും കൂടി ഫാസ്റ്റാണ്. ഇതേപോലെ തന്നെ ഫോർമുലയുണ്ട്, കുറച്ചും കൂടി ഫോർമുല ഇത് കാണാപ്പാടം പഠിക്കുന്നത് ഇത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ അപ്പോൾ ഇതിലെ ഫോർമുല സിമിലർ ടു പ്ലസ് വീക്ക് ഡേ ഓഫ് ഡെസ്റ്റിനേഷൻ ഡേ ഇസ് ഈക്വൽ ടു വീക്ക് ഡേ കോഡ് ഓഫ് കറണ്ട് ഡേ പ്ലസ് റിമൈൻഡർ ഓഫ് സം ഓഫ് total days in a month -28 plus 1 if leap year divided by 7. ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ സം ഓഫ് ടോട്ടൽ ഡേയ്സ് മൈനസ് ടോട്ടൽ ഡേയ്സ് ഇൻ എ മന്ത് എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും ടോട്ടൽ ഡേയ്സ് വ്യത്യാസമുണ്ട്. ഈ ടോട്ടൽ ഡേയ്സ് -28 കിട്ടുന്ന ഓരോ മാസത്തിൻ്റെ സം, അത് ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ 1 കൂടി ആയിട്ട് 7 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് ആവശ്യം. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പോൾ ജൂണിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജൂണിൽ 30 ദിവസമുണ്ട്, -28. ഇതിൽ ഒരു വ്യത്യാസം, ആ ഏത് ഡേറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഡേറ്റ് നമ്മൾ മൈനസ് ചെയ്യാം. ഇവിടെ ജൂൺ 1 ആണ് ഡേറ്റ്. അപ്പോൾ 1 ആണ് ഡേറ്റ്. 30 - 28 - 1. അപ്പോൾ 30 - 28 is 2. 2 - 1 1. ജൂലൈയിൽ 31 ഡേയ്സ് ഉണ്ട്, -28. അപ്പോൾ 3. ഓഗസ്റ്റ് 31 ഡേയ്സ് -28 അപ്പോഴും 3. സെപ്റ്റംബർ 30 - 2, 30 - 28 2. ഒക്ടോബർ 31 - 28 3. നവംബർ 30 - 28 2. ഡിസംബർ 25 - 28 -3. ഇവിടെ +25 ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെറിയ സംഖ്യകളാക്കും തോറും നമുക്ക് വീണ്ടും 7 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ വരുന്നു. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ we get 11 and 11/7. The remainder is 4. So 1 plus 1 is the code, weekday code. Weekday code of Monday is 1 plus 4, remainder 4. 1 plus 4 is equal to 5 and that is a Friday. Okay, so ഇങ്ങനെയാണ് ആൻസറിൽ അറൈവ് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ സാധാരണ ഒരു ലോ ആൻഡ് എൻട്രൻസിൻ്റെ സമയത്ത്, ഇതിപ്പോൾ 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിനകത്ത് ഒരു 2-3 വർഷത്തെ വ്യത്യാസത്തിലാണ് ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 2017 ക്വസ്റ്റ്യൻ പേപ്പർ 2020 എന്നാണ് ഇതിനകത്ത് ഡേറ്റ് കൊടുത്തേക്കുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ചെറിയ കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിതിനകത്ത് ഇയറിൻ്റെ കാര്യമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് 2017 ഒരു ഡേറ്റ് എടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കൺസിഡർ the current date as 15/6/2017 Thursday. അന്നാണ് പരീക്ഷ എഴുതുന്നതെന്ന് കരുതുക, 2017. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ലൈവ് പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 25/12/2020. ഓക്കെ, ഇനി ഫസ്റ്റ് മെത്തേഡ് ആൻഡ് ഹിയർ വിൽ ഡു സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ റിമൈനിങ് ഡേയ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ജൂലൈയിൽ 15th ജൂണിൽ എത്ര ദിവസം ഇനി ബാക്കിയുണ്ട്? 30 - 15 ഡേയ്സ്. ജൂലൈയിൽ 31 ഡേയ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓഗസ്റ്റിൽ 31, സെപ്റ്റംബറിൽ 30, ഒക്ടോബറിൽ 31, നവംബറിൽ 30 ആൻഡ് ഡിസംബറിൽ 25. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. വിൽ ഗെറ്റ് 193. സോ 193 ഡേയ്സ് ആർ ദ ടോട്ടൽ ഡിഫറൻസ് between the current date and 25/12/2017 ഡേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് 193. ഇനി നമുക്ക് കറക്റ്റ് ഓരോ 3 വർഷം 2018, 2019, 2020 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് എത്ര ദിവസം വരും? 2018 365 ഡേയ്സ് ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഇതുപോലെ തന്നെ 25/12/2019 എത്ര ദിവസം കൂടുതൽ വരും? വീണ്ടും 365 ഡേയ്സ്. 25/12/2020 എത്ര ദിവസം? 365 ആണോ? 2020 ലീപ്പ് ഇയർ ആണ്, അതുകൊണ്ട് 366 ആണ്. അപ്പം നമ്മൾ ലീപ്പ് ഇയറിൻ്റെ ആ ഒരു ഡേയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 1289. അതർ വേ നമുക്ക് ഇവിടെ റിമൈൻഡറിന് മാത്രമേ പ്രാധാന്യമുള്ളൂ, അതുകൊണ്ട് കോഷ്യൻ്റെ പ്രാധാന്യമില്ല. അത് കാരണം നമുക്ക് വേറൊരു വഴിക്കും വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഈ 364 എന്ന ദിവസത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലെ റിമൈൻഡർ അതും 365 നോക്കുമ്പോൾ അതിൽ റിമൈൻഡർ 1 ആണ്, ഇതിലും 1 ആണ്, ഇതിൽ 2 ആണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും കണക്ക് നമുക്ക് സെയിം ലെവൽ തന്നെ കിട്ടും. കാരണം 7 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ ആണ് നോക്കുന്നത്, സെയിം ആൻസർ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ ആദ്യം ഈ 1289 എന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1289 ഡിവൈഡഡ് ബൈ 7. 29 and we have 4 and 1 is the remainder. ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 193 + 1 94, 195, 197 ഡിവൈഡ് ബൈ 7 ചെയ്താലും 2, 14, 5, 7, 8, 56, 1 തന്നെ റിമൈൻഡർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താണ്? ഇനി നമുക്ക് വീക്ക് ഡേ കോഡ്, ആ കറണ്ട് ഡേറ്റിൻ്റെ വീക്ക് ഡേ കോഡ്. കറണ്ട് ഡേറ്റ് ഏതാണ്? കറണ്ട് ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേയുടെ വീക്ക് ഡേ കോഡ് ഏതാണ്? തേഴ്സ്ഡേയുടെ വീക്ക് ഡേ കോഡ് 4 പ്ലസ് റിമൈൻഡർ 1 = 5. 5 എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ് കറസ്പോണ്ടിങ് വീക്ക് ഡേ കോഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇതിൽ ഈ മെത്തേഡിൻ്റെ ഒരു കുഴപ്പം, ഇപ്പോൾ 3 വർഷം നമ്മൾ അഡീഷണലി എടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് അഡീഷൻ ചെയ്യേണ്ടി വരുന്നു അല്ലേ? വലിയ സംഖ്യകൾ തമ്മിൽ ഇങ്ങനെ ആഡപ്പ് ചെയ്യണം, പിന്നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യണം, ഇങ്ങനെ കുറേ സമയം പോകും. ഈ രണ്ടാമത്തെ മെത്തേഡിൽ
അത് ഒഴിവായി കിട്ടും ശരിക്കും. ഓക്കെ, നമുക്ക് അതൊന്ന് പെട്ടെന്ന് നോക്കാം. അത് കുറച്ചും കൂടി ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ജൂണിൽ നമ്മൾ എങ്ങനെയായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ മന്ത് -28. അപ്പോൾ ഫസ്റ്റ് മന്തിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കറണ്ട് ഡേറ്റിൻ്റെ ആ മന്തിൽ ആ ഡേറ്റും കൂടി മൈനസ് ചെയ്യണം. അപ്പോൾ 30 - 28 - 15 ദാറ്റ് ഈസ് -13 കിട്ടും നമുക്ക്. ജൂലൈ എടുക്കുമ്പോൾ എത്ര ദിവസമുണ്ട്? 31 days -28, അപ്പോൾ 3. ഓഗസ്റ്റിൽ സിമിലർലി 31 - 28 3. സെപ്റ്റംബർ 30 - 28 2. ഒക്ടോബർ 31 - 28 3. നവംബർ 30 - 28 2. ഡിസംബറിൽ നമ്മൾ 25 വരെയാണ് എടുക്കുന്നത്. അപ്പോൾ 25 വരെ എടുക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ 25 - 28 ചെയ്യാം, അല്ലെങ്കിൽ +25 എടുക്കാം. രണ്ടെടുത്താലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 25 - 28 എടുക്കാം, -3. ഇതെല്ലാം ആഡപ്പ് ചെയ്യുമ്പോൾ -3 കിട്ടും. സോ ദിസ് ഈസ് കറസ്പോണ്ടിങ് ടു this difference is corresponding to 25/12/2017. okay, ഇനി 25/12/2018 വരുമ്പോൾ നമ്മൾ 365 ഡേയ്സ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ 364 + 1 ആണ്. ആ +1 മാത്രം ആഡ് ചെയ്താൽ മതി. ബിക്കോസ് 364 / 7 റിമൈൻഡർ 0 ആണ്. അത് കാരണം 1 മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 25/12/2019 സിമിലർലി 365 ഡേയ്സിന് പകരം 364 + 1 മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 25/12/2020 വിച്ച് ഈസ് എ ലീപ്പ് ഇയർ, അതുകൊണ്ട് +1 കൂടാതെ 2 ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം 366 ഡേയ്സ് ഉണ്ട് ഈ ഇയറിൽ. ഓക്കെ, അപ്പോൾ 2. ഇനി ഇതെല്ലാം സമ്മപ്പ് ചെയ്യുക, വിൽ ഗെറ്റ് 1. സോ ദാറ്റ് ഈസ് ദ, ഇനി അത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ദാറ്റ് ഈസ് ബിലോ 7. എനിവേ വി വിൽ ഗെറ്റ് 1. സോ ദ വീക്ക് ഡേ കോഡ് ഈസ് 4 + 1 = 5. അപ്പോൾ ദാറ്റ് ഈസ് ഫ്രൈഡേ. സോ ഓപ്ഷൻ എ ഫ്രൈഡേ. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും തോറും കൂടുതൽ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത്രയും സമയം എടുക്കുന്നതിൻ്റെ ആവശ്യമില്ല. ഇത് പറഞ്ഞു തരുമ്പോൾ കൂടുതൽ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ 2 മെത്തേഡ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്യും തോറും മാത്രമേ ഇത് ആ മെത്തേഡ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് കൂടാതെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യുള്ളൂ. ഇത് കൂടാതെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്വന്തം മെത്തേഡ്സ് നിങ്ങൾ ഇവോൾവ് ചെയ്യുള്ളൂ. കാൽക്കുലേഷനൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ചു നോക്കുക, നല്ലോണം വായിച്ചു നോക്കി ടെൻഷനൊന്നും കൂടാതെ എഴുതുക. കൂടുതൽ ടെൻഷൻ വരുമ്പോൾ കണ്ണടച്ച് കുറച്ച് ഒരു 3-4 ഡീപ്പ് ബ്രീത്ത് എടുത്ത് വിടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് BP ഒക്കെ ഒന്ന് നോർമലാവും. സാവധാനം എഴുതുക, ഹാപ്പി ആയിട്ട് എഴുതുക. പിന്നെ ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നില്ല, പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് വിടുക. ബാക്കി എളുപ്പമുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് കവർ ചെയ്തതിന് ശേഷം വേഗം തിരിച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിന് സമയം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അറിയുന്നത് പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം വരും. അപ്പോൾ അത് ഒഴിവാക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. All the best wishes. This is Prashant Radhakrishnan signing off for Law Students Corner. Thank you.